എന്താ ജോണി ഇന്ന് വീട്ടിലേക്ക് കണ്ടില്ലല്ലോ? ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോന്നു. മോൾക്ക് എങ്ങനെയുണ്ട് പീറ്ററേട്ടാ? കുഴപ്പമില്ല, പക്ഷെ വയറിളക്കം മാറുന്നില്ല. ഈ പഴം മോൾക്ക് കൊടുത്തേക്ക്. ശരി പറ്റേ. ജോണി വയലിൻ വായിക്കുന്നത് കേൾക്കാൻ എന്ത് രസമാ അല്ല പീറ്ററേട്ടാ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് നിമി. രാവിലെ നിന്നോട് ഇതിൽ വരാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയിരുന്നു പീറ്റർ? മോൾക്ക് സുഖമില്ലായിരുന്നു. അയ്യോ, മോക്ക് എന്ത് പറ്റി? വയറിളക്കം. നിമി, ഇവൻ ഇത്ര കാര്യമായി മോളെ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? അവന്റെ കുരങ്ങനെയാ. നല്ല സ്നേഹമുള്ള കുരങ്ങണച്ച. നീ ഇങ്ങനെ കുരങ്ങനെയും കളിപ്പിച്ച് നടന്നാ മതി. നീ ആ മേടയിൽ വലിയ അലമാര പിടിച്ചു വെച്ചു. ചെടിയെല്ലാം നനച്ചോ? ഫ്ലവർ വൈസിലെ പൂവ് മാറ്റി. അപ്പൊ ഞാൻ ശരിയല്ലേ? വരട്ടെ ഫാദർ. ജോണി വയലിൻ വായിക്കുന്നത് പീറ്ററേട്ടൻ കേട്ടിട്ടുണ്ടോ? എന്താ? അല്ല, വെറുതെ കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു എന്ന് മാത്രം. കേട്ടിട്ടുണ്ടോന്നോ? നല്ല കാര്യമായി പോയി. ആ കൊച്ചിൻ ദിവസവും എന്റെ കുടിലിന് മുൻവശത്തുള്ള പുഴക്കത്തിരുന്നില്ല വയലിൻ വായിക്കുന്നത്. പിന്നെ എങ്ങനെ കേൾക്കാതിരിക്കും? ദിവസവും വരുമോ? പിന്നെ വൈകിട്ടാ? എന്ത് ഭംഗിയായിട്ടാ വയലിൻ വായിക്കുന്നതല്ലേ? എത്ര കേട്ടാലും മതിയാവില്ല. ചെറുപ്പത്തിൽ പഠിച്ചതോ? ഇത് പഠിക്കാൻ വലിയ പാടാണോ പീറ്ററേട്ടാ? ആയിരിക്കാം. എന്താ, കൊച്ചിന് വയലിൻ വായിക്കാൻ പഠിക്കണോ? അതിനെന്താ, എളുപ്പമല്ലേ? ജോണിയോട് പറഞ്ഞാ പോരെ. ജോണിക്ക് ആരൊക്കെയുണ്ട്? പീറ്ററേട്ടൻ അറിയോ? അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏതൊരു വലിയ കമ്പനിയിലാണ് ജോലി. എപ്പോ നോക്കിയാലും ലോകം മുഴുവൻ സർക്കിട്ടാ. അതുകൊണ്ടാണ് ജോണി ബോർഡിംഗ് ആക്കിയത്. ഞാൻ വരട്ടെ. എന്ത് പറ്റി പീറ്റേട്ടാ? എന്താ ഇങ്ങനെ? ഒന്നുമില്ല, എപ്പോഴും ഉള്ളതാ.